എല്ലാവർക്കും പ്രശ്നങ്ങളുണ്ട്. എവ്രി വൺ ഹാവ് പ്രോബ്ലംസ്. ഇതിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എല്ലാവർക്കും പ്രശ്നങ്ങളുണ്ടെന്നുള്ള ശരിയാണ്. പക്ഷേ ഈ പറഞ്ഞതിൽ ചെറിയൊരു പ്രശ്നമുണ്ട്. എവരി വൺ ഹാസ് പ്രോബ്ലംസ് എന്നാ പറയാം. അപ്പൊ അങ്ങനെ പറയാം. അതായത് എവ്രി വൺ, നോ വൺ, അതിന്റെ കൂടെയൊക്കെ നമ്മൾ ഹാവ് ആൻഡ് ഉപയോഗിക്കുക ഹാസ്. എവ്രി വൺ ഹാസ് പ്രോബ്ലംസ്. എല്ലാവർക്കും പ്രശ്നങ്ങളുണ്ട്, അങ്ങനെയാണ് പറയാം. അപ്പൊ എല്ലാവരും എത്തിയിട്ടുണ്ടെന്ന് എങ്ങനെ പറയാം? എവ്രി വൺ ഹാസ് കം എന്നാ പറയാം, അല്ലെങ്കിൽ എവ്രി വൺ ഹാസ് അറൈവ്ഡ്. എല്ലാവരും എത്തിയിട്ടുണ്ട്, എവ്രി വൺ ഹാസ് അറൈവ്ഡ്, അങ്ങനെയാണ് പറയേണ്ടത്. മനസ്സിലായോ? അതേപോലെ എല്ലാവർക്കും അറിയാം എവ്രി വൺ നോ എന്ന് പലരും പറയാനുണ്ട്. പക്ഷെ എവ്രി വൺ നോ അല്ല, എവ്രി വൺ നോസ്. എല്ലാവർക്കും അറിയാം എവ്രി വൺ നോസ്. ഇനി ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, ആരുടെങ്കിലും ചാർജർ ഉണ്ടോ? അത് ഇങ്ങനെ ചോദിക്കാം. ആരുടെങ്കിലും ചാർജർ ഉണ്ടോ? നമ്മൾ എപ്പോഴും ചോദിക്കട്ടെ. Does anyone have a charger? ആരുടെങ്കിലും ചാർജർ ഉണ്ടോ ചോദിക്കും. അപ്പൊ ആരുടെയും ചാർജർ ഇല്ലെന്ന് തന്നെ പറയാം. നോ വൺ. No one has a charger. No one has a charger എന്ന് പറയാം. No one has, ആരുടെടുത്തും ഇല്ല. No one has a charger. ഓക്കെ, ഇനി പറയാണ്. അപ്പൊ ഞാൻ ഈ ഒരു ടാസ്ക് ചെയ്യാൻ പോണേ. അപ്പൊ ആർക്കും ഇംഗ്ലീഷ് അറിയില്ല എന്ന് വിചാരിക്കുക. അപ്പൊ അതെങ്ങനെ ഇംഗ്ലീഷ് പറയാം? ആർക്കും ഇംഗ്ലീഷ് അറിയില്ല എന്ന് ഇംഗ്ലീഷിൽ എങ്ങനെയാ പറയുന്നത് ഇവിടെ കോമന്റ് ചെയ്യാം. അപ്പൊ ഞാൻ പറഞ്ഞു, ഇത് ഏറ്റവും ബേസിക് ആയ കാര്യമാണ്, നിർബന്ധമായിട്ട് പഠിക്കേണ്ടതാണ്. അപ്പൊ ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ വളരെ സിമ്പിൾ ആയിട്ട് ഞങ്ങൾ ഞങ്ങളുടെ ഓൺലൈൻ സ്പോക്കൺ ഇംഗ്ലീഷ് കോഴ്സിൽ പഠിപ്പിക്കും. നിങ്ങൾ ലോകത്തിന്റെ എവിടെയാണെങ്കിലും നിങ്ങൾ ഫ്രീ ആകുന്ന ഒരു അരമണിക്കൂർ ഞങ്ങളുടെ പേഴ്സണൽ ട്രെയിനേഴ്സ് കൂടെ തന്നെ ഉണ്ടാവും. മോട്ടിവേറ്റ് ചെയ്ത് സംസാരിച്ച് പ്രാക്ടീസ് ചെയ്ത് 2 മാസം കൊണ്ട് നിങ്ങളുടെ ലാംഗ്വേജ് സെറ്റ് ആക്കാം. മുകളിൽ പോവാ. ബയൽ വാട്സ്ആപ്പ് ലിങ്ക് ഉണ്ട്. പുതിയ ബാച്ച് 2 ദിവസം കൊണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. താങ്ക്സ് സോ മച്ച്. English House. English at your